അങ്ങനെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിരിക്കുന്നു. ഒപ്പം ജോർജ് കുര്യൻ, ബി ജെ പിയുടെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ ജോർജ് കുര്യനും നരേന്ദ്രമോദി മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ തവണയും വി മുരളീധരൻ മന്ത്രിയായിരുന്നു. മലയാളി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ മന്ത്രിയായിരുന്നു. രണ്ട് മലയാളികൾ മന്ത്രിസഭയിലുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഉണ്ടാകുന്ന മാറ്റം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഇത് കേരളത്തിൽ എന്തു മാറ്റം കൊണ്ടുവരും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, തൃശ്ശൂരിൽ ജയിച്ചാൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും എന്നതായിരുന്നു നേരത്തെയുള്ള പ്രചാരണം. രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാലും വി മുരളീധരൻ ജയിച്ചാലും സമാനമായ നിലയിലേക്ക് എത്തുമെന്ന പ്രചരണമുണ്ടായിരുന്നു. എന്തായാലും നരേന്ദ്രമോദി ആദ്യം തന്നെ വാക്ക് പാലിക്കുന്നു എന്ന് തന്നെ പറയാം. തൃശ്ശൂരിൽ ജയിച്ച സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കുന്നു. എടുത്തു പറയേണ്ടത് ജോർജ് കുര്യൻ്റെ കാര്യമാണ്. ജോർജ് കുര്യൻ സർപ്രൈസ് ആയിരുന്നു. ജോർജ് കുര്യൻ ഏതാണ്ട് 40 വർഷത്തോളമായി ബി ജെ പിയിലെ ക്രൈസ്തവ മുഖമാണ്. എല്ലാവരും അത്ഭുതത്തോടെ കാണുമ്പോഴും RSSുമായും ബി ജെ പിയുമായും ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യൻ, ചാനൽ ചർച്ചകളിൽ ബി ജെ പിയുടെ മുഖമായി മാറിയ മനുഷ്യൻ, ടെലിവിഷൻ ചാനലുകളിലേക്ക് ഏത് ആളാണ് പോകേണ്ടത്, ഏത് ബി ജെ പി നേതാവാണ് ഓരോ ചാനൽ ചർച്ചയിലെയും പങ്കെടുക്കേണ്ടത് എന്ന് തീരുമാനിച്ചിരുന്നതും ജോർജ് കുര്യൻ ആയിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അത്രത്തോളം പ്രാധാന്യം ബി ജെ പിയിൽ ജോർജ് കുര്യൻ ഉണ്ടായിരുന്നു. ബി ജെ പിയുടെ ഒരു പ്രൊഫൈൽ നോക്കുമ്പോൾ, ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ, സംസ്ഥാന പ്രസിഡന്റ് കഴിഞ്ഞാൽ പിന്നീട് തൊട്ട് താഴെയുള്ള ജനറൽ സെക്രട്ടറിമാർക്കാണ് ഒരു പ്രാധാന്യമുള്ളത്. അങ്ങനെയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തുടരുന്നതിനിടെയാണ് ഈ അപ്രതീക്ഷിതമായ ഒരു നീക്കമുണ്ടായിരിക്കുന്നത്. തീർച്ചയായും ക്രൈസ്തവ വിഭാഗങ്ങളെ കഴിഞ്ഞ കുറേ കാലമായി ബി ജെ പി ശ്രമിക്കുന്നു, അവരോട് അടുക്കാൻ ശ്രമിക്കുന്നു. തൃശ്ശൂരിലെ അടക്കം വിജയത്തിൽ ക്രൈസ്തവ വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ബിഷപ്പുമാർ നേരിട്ട് എതിർത്താൽ പോലും അൽമാർ തങ്ങൾക്കൊപ്പമാണ് എന്ന് ബി ജെ പി വിലയിരുത്തുന്നു പല മണ്ഡലങ്ങളിലും. അതിൻ്റെ കൂടി ഒരു തുടർച്ചയ്ക്ക് വേണ്ടിയാണ്, ആ നിലയിൽ കൂടി വളരുന്നതിന് വേണ്ടിയാണ് ജോർജ് കുര്യനെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. ഈ രണ്ട് മന്ത്രി പദവികളിലൂടെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളതാണ്. എന്താണ് കേരളത്തിലെ ഒരു തുടർച്ച? ഇതൊരു താൽക്കാലിക പ്രതിഭാസം മാത്രമായിരിക്കുമോ? സുരേഷ് ഗോപിയുടെ വിജയം, പ്രത്യേകിച്ച് സുരേഷ് ഗോപി ഒരു സിനിമാ നടനായതുകൊണ്ട് വിജയിച്ചു എന്നൊക്കെയുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഉള്ള ഒരു പ്രത്യേകത, രണ്ടുപേരും കഠിനാധ്വാനികളാണ് എന്നുള്ളതാണ്. ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടാണ് സുരേഷ് ഗോപി കഴിഞ്ഞ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞാൽ, തനിക്ക് അധികാരമൊന്നുമില്ലെങ്കിൽ പോലും നേരിട്ട് കേന്ദ്ര സർക്കാരിൽ ഇടപെട്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ശ്രമിച്ച ആളാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത്രത്തോളം ഇഷ്ടപ്പെടുന്നു അത്തരം പ്രവർത്തനങ്ങൾ. ഇപ്പോൾ നമ്മൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന മനുഷ്യനായിട്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. സമാനമായി സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ചെലവാക്കി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് സുരേഷ് ഗോപി എന്നുള്ളത്. സമാനമാണ്, ബി ജെ പിയിൽ കാര്യങ്ങൾ പഠിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കപ്പാസിറ്റിയുള്ള ആളാണ് ജോർജ് കുര്യൻ എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ രണ്ട് മികച്ച മന്ത്രിമാർ കേരളത്തിന് കിട്ടുന്നു എന്നുള്ളതാണ് കേരളത്തിനും ആശ്വാസകരമായിട്ടുള്ളത് പൊതുവെ എന്ന് തന്നെ പറയേണ്ടി വരും. ഈ രണ്ട് മന്ത്രിമാരുടെ ഇടപെടൽ സ്വാഭാവികമായും കേരളത്തിൽ ബി ജെ പിക്ക് വളർച്ചയിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഇനി ബി ജെ പിയുടെ ലക്ഷ്യം സ്വാഭാവികമായും തദ്ദേശത്ത് തിരഞ്ഞെടുപ്പ് തന്നെ ആയിരിക്കും എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ കഴിഞ്ഞ തവണ കോട്ടയം പോലൊരു ജില്ലയിൽ 2 പഞ്ചായത്തുകൾ ബി ജെ പി നേടിയിരുന്നു, പള്ളിക്കത്തോടും ഒപ്പം തന്നെ മുത്തോലിയും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഏതാണ്ട് വലിയ മുന്നേറ്റമുണ്ടാക്കി പ്രതിപക്ഷത്ത് എത്തുകയാണ് കഴിഞ്ഞ 2 തവണയായി. മറ്റു പല കോർപ്പറേഷൻ, ഇപ്പോൾ കോഴിക്കോട്, തൃശ്ശൂർ, അങ്ങനെ പല കോർപ്പറേഷനുകളിലും അംഗബലവും കൂട്ടാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത ലക്ഷ്യം തൃശ്ശൂർ, ഒപ്പം തന്നെ തിരുവനന്തപുരം, ഈ 2 കോർപ്പറേഷനുകളുടെ ഭരണമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതാ നോക്കൂ, തൃശ്ശൂരിൽ ആകെയുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ 7-ൽ 6-ലും മുന്നേറാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു. അവിടെ എല്ലാം തൃശ്ശൂർ നഗരത്തിലടക്കം ബി ജെ പി മുന്നിലാണ് എന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് ആ കോർപ്പറേഷനുകൾ പിടിച്ചെടുക്കുക എത്രയോ ലളിതമായ കാര്യമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. സുരേഷ് ഗോപി ഒന്ന് ഇറങ്ങി നമുക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള പദ്ധതികൾ കൊണ്ടുവരാൻ നിങ്ങൾ കോർപ്പറേഷൻ കൂടി ബി ജെ പി ആക്കണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ ബി ജെ പിക്ക് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തിരുവനന്തപുരത്തെ സംബന്ധിച്ച്
തിരുവനന്തപുരത്തും സമാനമായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. വളരെ ചെറിയ ഒരു 8-10 സീറ്റ് കൂടുതൽ പിടിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷനും BJPക്ക് സ്വന്തമാക്കാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സംസ്ഥാനത്ത് നിരവധി നഗരസഭകൾ, ഇപ്പോൾ പാലക്കാടും ഒപ്പം തന്നെ പന്തളവും ഉൾപ്പെടെയുള്ള നഗരസഭാ ഭരണങ്ങൾ BJPക്ക് ഇതിനകം തന്നെയുണ്ട്. കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് എത്തുക, അങ്ങനെ വ്യാപകമായി തങ്ങളുടെ പ്രവർത്തനത്തിലൂടെ മുന്നേറി പഞ്ചായത്തുകൾ പിടിക്കുക എന്ന വലിയ തന്ത്രത്തിലേക്ക് BJP പോകും. തൊട്ടടുത്ത് ഇതിനകം തന്നെ കെ സുരേന്ദ്രൻ പ്രഖ്യാപിച്ചത് ഏതാണ്ട് 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാമതാണ്. അവിടേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇപ്പോൾ തന്നെ തീരുമാനിച്ചുകൊണ്ട് അവരോട് ആ നിയമസഭാ മണ്ഡലത്തിൽ പ്രവർത്തിക്കാൻ നിർദ്ദേശം കൊടുക്കുക. അങ്ങനെ ശക്തമായി പ്രവർത്തിച്ചാൽ ജയിക്കാം. ഇപ്പോൾ ആറ്റിങ്ങലും തിരുവനന്തപുരവും തൃശ്ശൂരും ഒക്കെയുള്ള വോട്ടിംഗ് വർധന, ആലപ്പുഴയിലൊക്കെയുള്ള ഒരു വോട്ടിംഗ് വർധന വളരെ പ്രധാനപ്പെട്ടതാണ്. മണ്ഡലം നോക്കി നിന്ന് അവിടെ തന്നെ നിന്ന് പ്രവർത്തിച്ച മുരളീധരന് മികച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതും ഇതൊക്കെ കൊണ്ടാണ് എന്ന് അവർ കരുതുകയാണ്. അതുകൊണ്ട് തന്നെ അതിശക്തമായൊരു രാഷ്ട്രീയ ചേരിമാറ്റത്തിലേക്ക് കേരളം പോകുന്നു എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ സൂചനകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, ജോർജ് കുര്യൻ കൂടി വരുന്നതോടെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ ഒരു വലിയ അംഗീകാരം അവർക്ക് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് BJP കൊടുക്കുന്നു എന്നുള്ളതും വളരെ കൃത്യമായി തന്നെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. ഇനിയുള്ളത് BJPയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ ഒരുപക്ഷെ വന്നേക്കും. കെ സുരേന്ദ്രന് മറ്റ് പദവികളിലേക്ക് പോകാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ്. അതിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. മുരളീധരൻ മികച്ച ആയിരുന്ന ആളാണ്. അദ്ദേഹവും ഒരുപക്ഷെ ദേശീയ നേതൃത്വത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ കാര്യം ഇനി എങ്ങനെ എന്നത് വ്യക്തമല്ല. അതായത് BJP ഇപ്പം നരേന്ദ്രമോദി കുറച്ചുകൂടി സീരിയസ് ആയി കേരളത്തെ കാണാൻ തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു കാര്യം കൂടിയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലാണ് അദ്ദേഹം കൂടുതലായി അധ്വാനിച്ചത്. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നല്ല അങ്ങനെ വലിയ ഒരു റിസൾട്ട് വന്നത്, അത് കേരളത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കുറച്ചുകൂടി കാര്യമായി ശ്രദ്ധിച്ചാൽ പല ലോക്സഭാ മണ്ഡലങ്ങളും ഇത്തവണ ഒരു 3 സീറ്റ് ഉറപ്പായിരുന്നു. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ പ്രവചിച്ച പോലെ വളരെ ചെറിയ വോട്ടിനാണ് ആറ്റിങ്ങലും തിരുവനന്തപുരവും നഷ്ടപ്പെട്ടത്. ഇപ്പോൾ ആലപ്പുഴ പോലൊരു മണ്ഡലത്തിൽ ഒരു 50,000 വോട്ട് കൂടി അധികമായി നേടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ വോട്ടിംഗ് പാറ്റേൺ ആകെ മറിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടായേനെ. അങ്ങനെ പല മണ്ഡലങ്ങളിലും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പല പരാജയങ്ങളും വന്നു. ഇതൊക്കെ പത്തനംതിട്ടയിലും നിർണായകമായി. അനിൽ ആൻ്റണി ഇനി മണ്ഡലത്തിൽ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും എന്നൊക്കെയുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തിയതായിട്ടുള്ള വിവരങ്ങളും വരുന്നുണ്ട്. അങ്ങനെ ഇതൊരു കേരളത്തിൽ ഇതുവരെ BJP നേരിട്ടിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ജനങ്ങൾക്കിടയിൽ വന്നിരുന്നില്ല. അത് ഇത്തവണയുണ്ടായി. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കേരളത്തിൽ ഇനിയും ശക്തമായി BJP വളരുകയാണോ? അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും താല്പര്യപ്പെടുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം. ഒപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്യുകയും വേണം. നന്ദി.